ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ സന്തോഷം കണ്ടോ? ഇതാട്ടെ ഇന്നത്തെ എൻ്റെ സന്തോഷം. ഈ ചെടിയുടെ പേരെന്താണെന്നറിയോ? ഈ ചെടിയുടെ പേരാണ് എസ്റ്റർഡേ, ടുഡേ, ടുമാറോ. എന്താണെന്നറിയോ ഈ ചെടിക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? ഇതിൽ 3 പൂവാട്ടം ഉണ്ടാവുക. ആദ്യത്തെ ദിവസം ഡാർക്ക് വയലറ്റ്, പിന്നെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്, പിന്നെ തനി വൈറ്റ് കളർ കേട്ടോ. അങ്ങനെയായിട്ട് ഇത് 3 ഇതായിട്ടാണ് വിരിയുക കേട്ടോ. ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്നാട്ടോ മേടിച്ചത്. അന്ന് ഇതിന് 50 രൂപയെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാനിതൊരു ചട്ടിയിലാണ് ആദ്യം വെച്ചത്. പിന്നെ അത് കുറച്ചങ്ങോട്ട് വളരാൻ ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ ഞാൻ മണ്ണിലേക്ക് എടുത്തു വെച്ചിട്ടോ. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ നമുക്കൊക്കെ ഇങ്ങോട്ട് ഹസ്സിൻ്റെ വീട്ടിലേക്ക് വരിച്ച് വരാൻ ഒരു കുറച്ച് മടിയല്ലേ. എന്നിട്ട് ഞാൻ വന്നപ്പോൾ ചെടി അങ്ങോട്ട് ഉണങ്ങി പോലെ ആയിട്ടാ. ചേട്ടൻ സാധാരണ ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കില്ല കേട്ടാ. പിന്നെ ഉണക്കം വന്നപ്പോഴേക്കും ആകെ വിഷമമായി. പിന്നെ ഞാൻ സ്ഥിരം ഇങ്ങനെ നനച്ചു തുടങ്ങിയിട്ടാ. അപ്പോൾ അതിലിങ്ങനെ ഇലകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടാ. അപ്പോൾ വലിയ സന്തോഷമായി. പിന്നെ അതിൽ നിറച്ച് ഇലകളായി. ഇപ്പോൾ ഇതിലൊക്കെ പൂവിട്ടു കേട്ടാ. ഭയങ്കര സന്തോഷമായിട്ടാ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇലകൾ കേട്ടാ. ഈ ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നിട്ടോ ഈ ഭാഗം. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഇലകൾ എടുക്കേണ്ടത് കേട്ടാ. കൊമ്പ് കുത്തി അങ്ങനെ ഉണ്ടാവില്ല. നല്ല ഗ്രോത്തുള്ള ഇങ്ങനെ ഇലകൾ നോക്കിയെടുക്കണം കേട്ടാ. ഈ ഇലകൾ ഇങ്ങനെ നമ്മൾ സാധാ മണ്ണിലേക്ക് ഇതിങ്ങനെ സാധായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി കേട്ടാ. കത്തിയുടെ ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് സാധാ മണ്ണിൽ കുഴിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും കേട്ടോ. അങ്ങനെ ചെടികൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വളമിട്ട മണ്ണിലൊന്നും ആദ്യം നമ്മൾ ചെടികൾ പിടിപ്പിക്കരുത്. ആദ്യം സാധാ മണ്ണിൽ പിടിപ്പിച്ച് പിന്നീടാണ് അതിൽ വേറെ മാറ്റി ഇതാക്കുമ്പോഴാണ് വളമിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ പൂക്കൾക്ക് ഒരു പ്രത്യേക ഒരു മണം കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ വെയിൽ വേണം കേട്ടോ. എന്ന് പറഞ്ഞാൽ സാധാ എല്ലാ പൂക്കളുള്ള ചെടികൾക്കും നല്ല വെയിൽ വേണം. എന്നാലാണ് ധാരാളം പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ഇത് ഞാൻ വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വെച്ചേക്കണത്. ഇവിടെ നല്ല വെയിൽ കിട്ടും. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ മരമായിട്ടും വളർത്തും. പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ബൊക്ക പോലെയായിട്ടും വളർത്തും കേട്ടോ. ഹൈറ്റിൽ പോകണേക്കാട്ടി ഭംഗി കുറച്ച് കുറ്റിയാക്കിയിട്ട് തിക്കായിട്ട് വളർത്തണം കേട്ടോ. എനിക്കിഷ്ടം. ചിലവരിത് നല്ല ഹൈറ്റിലും വളർത്തുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ ശരിക്കും നോക്കിയേ, ഒന്ന് നോക്കി നോക്കിയേ, ഒരു മാല ബൾബ് ഇട്ട പോലെ നമുക്ക് തോന്നില്ലേ? അതേപോലെ കേട്ടോ ഈ ചെടി. മൊത്തം നമ്മളൊരു മാല ബൾബ് ഇട്ട പോലെ ഇങ്ങനെ വെള്ളയും നീലയും അതുപോലെ ലൈറ്റ് ഷെയ്ഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ശരിക്കും ഒരു മാല ബൾബ് ഇട്ട പോലെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൈകളൊന്നും ഞാനിപ്പോൾ മാറ്റി കുത്തിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകൾ മാറ്റിയിട്ട് വെക്കണം. അല്ലെങ്കിൽ ഈ ചെടി ആകെ എൻ്റെ ഇത് തന്നെയുള്ളൂ. ഇത് നശിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ചെടി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വേഗം മാറ്റി വെക്കണം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you.